തുടർച്ചയായ രണ്ട് സംഖ്യകളുടെ വർഗ്ഗ വ്യത്യാസം 81 അവയുടെ ഗുണനഫലം കാണുക. തുടർച്ചയായ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള രണ്ട് സംഖ്യകളുടെ വർഗ്ഗ വ്യത്യാസം സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ്. അപ്പോൾ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള രണ്ട് നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് 81 അവയുടെ ഗുണനഫലം കാണണം. അപ്പോൾ നമുക്ക് തുടർച്ചയായ രണ്ട് സംഖ്യകളാണ്. അപ്പോൾ നമുക്ക് ആ സംഖ്യകൾ എ ബി എന്ന് കരുതുക. തുടർച്ചയായ രണ്ട് സംഖ്യകൾ എ ബി എന്താ പറയുന്നത്? ഈ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ വർഗ്ഗം കണ്ട് കുറയ്ക്കുക, അതായത് സ്ക്വയർ കണ്ട് കുറയ്ക്കുക. അപ്പോൾ എന്ത് വരും? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് എഴുതാം അല്ലേ? വർഗ്ഗങ്ങളുടെ വ്യത്യാസം, ഇതിൻ്റെ വർഗ്ഗം എ സ്ക്വയർ, ഇതിൻ്റെ വർഗ്ഗം ബി സ്ക്വയർ, വ്യത്യാസം കുറയ്ക്കുക. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, ഇത് നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ അല്ലേ? ഇതൊരു സർവ്വസമവാക്യം ഐഡൻറ്റിറ്റിയാണ്. എന്താ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ? നമുക്ക് എന്ത് എഴുതാം? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ് ഇത് ഐഡൻറ്റിറ്റി അല്ലേ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഇതിൽ നമുക്ക് വില കൊടുക്കുമ്പോൾ എ പ്ലസ് ബി നമുക്ക് അതുപോലെ എഴുതുക. എ പ്ലസ് ബി അറിയില്ല, എന്താണ്? സംഖ്യകളുടെ തുകയാണ് അല്ലേ? എ പ്ലസ് ബി സംഖ്യകളുടെ തുകയാണ്. ഇൻറ്റു എ മൈനസ് ബി നമുക്കറിയാം ഒന്നാണ് വരിക. കാരണം എന്താ? ഈ എയും ബിയും എന്താ? തുടർച്ചയായ രണ്ട് സംഖ്യകളാണ്, തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകളാണ്. ഈ തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകളുടെ വ്യത്യാസം കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടുക? ഒന്നായിരിക്കും. തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകളുടെ വ്യത്യാസം ഒന്നായിരിക്കും. അപ്പോൾ എ മൈനസ് ബിക്ക് വരുന്ന 1 എന്ന് എഴുതാം. അപ്പോൾ എ പ്ലസ് ബി ഇൻറ്റു 1 കുടിച്ചാൽ എന്താ വരിക? എ പ്ലസ് ബി എന്ന് എഴുതാം. എ പ്ലസ് ബിനെ 1 കൊണ്ട് കുടിച്ചാൽ എ പ്ലസ് ബി തന്നെ അല്ലേ? അപ്പം നമുക്ക് തന്നിട്ടുണ്ട് തുടർച്ചയായ രണ്ട് സംഖ്യകളുടെ വർഗ്ഗ വ്യത്യാസം, ഇത് തന്നിട്ടുണ്ട്. എ പ്ലസ് ബി നമുക്ക് കിട്ടി. അത് എത്രയാണ്? വർഗ്ഗ വ്യത്യാസം എത്ര? 81 നമുക്കറിയാം അല്ലേ? അപ്പോൾ ഈ സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ 81 ഈ രണ്ട് സംഖ്യകൾ, അതായത് തുടർച്ചയായ രണ്ട് സംഖ്യകളാണ്. കൂട്ടിയ 81 കിട്ടണമെങ്കിൽ ആ സംഖ്യകൾ എത്രയായിരിക്കും? ആ സംഖ്യകൾ 40 41 ആയിരിക്കും. തുടർച്ചയായ രണ്ട് സംഖ്യകളായിരിക്കണം, കൂട്ടിയ 81 കിട്ടണം. അപ്പോൾ ആ സംഖ്യകൾ എത്ര? 40 41. ചോദ്യം അതല്ല, സംഖ്യകൾ കാണാനല്ല, സംഖ്യകളുടെ ഗുണനഫലം കാണണം. അപ്പോൾ ഇതിൻ്റെ ഇത് ഗുണിച്ച് കാണണം. നമുക്ക് രണ്ടും കൂടി ഗുണിക്കണം. ഇത് ഗുണിക്കുമ്പോൾ 4 ഇൻറ്റു 1 4, 4 ഇൻറ്റു 4 16. അപ്പോൾ 4 ഇൻറ്റു 41 ഗുണിച്ചാൽ 164 കിട്ടും. ഈ 0. അപ്പോൾ സംഖ്യകളുടെ ഗുണനഫലം എത്രയാണ്? 1640.